ഇന്ന് സൺഡേ ആണ്. ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഇന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ സൺഡേയിലും ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് എണീക്കുന്നത്. അപ്പോൾ ആഷിക്കുട്ടന് പല്ല് തേക്കാനായിട്ട് ഞാൻ ബ്രഷും ടങ് ക്ലീനറും കൊടുത്തിട്ടുണ്ട്. അവൻ സ്വന്തമായിട്ട് ചെയ്യത്തില്ല, ഞാനാ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആഷിക്കുട്ടന് കഴിക്കാനായിട്ട് ഞാൻ ആലു പൊറാട്ട കൊടുത്ത്. ആലു പൊറാട്ടയുടെ കൂടെ അവന് മക്കൻ വേണം, അതില്ലാതെ അവൻ കഴിക്കത്തില്ല. എല്ലാ സൺഡേയിലും ഞാൻ ആലു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. കാരണം ലേറ്റായിട്ട് എണീക്കുമ്പം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ തോന്നിയത് ആലു പൊറാട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ ലഞ്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എഗ്ഗ് ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഞാൻ ഈ തേങ്ങ തിരുമുന്നത് ബിരിയാണിയുടെ കൂടെയുള്ള ചട്നിക്കാണ് കേട്ടോ. നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് ആ മസാല എന്താ ടേസ്റ്റ്. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ കിച്ചണും വൃത്തിയാക്കിയിട്ട് പോയി കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നെയ്യ് ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഞാൻ നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ എടുത്ത് വെച്ചേക്കുന്ന മലായിയാണ്. ഞങ്ങളങ്ങനെ നെയ്യ് പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പാക്കറ്റ് പാൽ ഞങ്ങൾ വാങ്ങുന്നത്. അത് ഞാൻ തിളപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം അതിനകത്തുനിന്ന് എനിക്ക് ശരിക്കും മലായി കിട്ടാറുണ്ട്. അപ്പം ഞാനതെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു 3-4 ഡബ്ബയായി കഴിയുമ്പോൾ അത് ഞാനെടുത്ത് നെയ്യ് ഉണ്ടാക്കും. ഈ ഒരു 3 ഡബ്ബയ്ക്കകത്തെ മലായി ഞാൻ അടിച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രയും മക്കനാണ് കിട്ടിയത്. ഇനി അത് ഞാൻ ഉരുക്കിയെടുക്കണം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ നെയ്യ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലോട്ട് മാറ്റണം. അപ്പം ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ബൈ.